ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 1 to 16 ആയിരുന്നു പഠിച്ചിരുന്നത്. ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായി വരുന്ന ഷെഡ്യൂൾസ് ആയിരുന്നു 1 to 16. അത് മുഴുവൻ നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചില സ്പെഷ്യൽ ടേംസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ അത് ഏതൊക്കെ രീതിയിലാണ് ബാലൻസ് ഷീറ്റിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും എഫക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ച് തിയറി പോർഷൻസും അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലം ഏരിയാസുമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐറ്റം ബിൽസ് പേയബിൾ എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ ബിൽസ് പേയബിൾ? നമുക്ക് ഇൻ കേസ് ഇപ്പോൾ ഒരു പേഴ്സണ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റ് ഇട്ട് ഒരു ബില്ല് എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ എൻക്യാഷ് ചെയ്യുന്ന ഒരു മണി ഇൻസ്ട്രുമെൻ്റാണ് എന്തെന്ന് പറയുന്നത്, ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. ഇനി ബാങ്കുകളിലും ബിൽസ് പേയബിൾ ഉണ്ട്. നമുക്കറിയാം, ബാങ്കുകൾ കസ്റ്റമേഴ്സിൻ്റെ സൗകര്യാർത്ഥം ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്ത് പേയ്മെൻറ്റ് നടത്താൻ അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ബാങ്കുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ബാങ്ക് ഡ്രാഫ്റ്റുകളായിട്ട് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ, സർക്കുലർ നോട്ട്, പേ ഓർഡർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ബിൽസ് പേയബിളായിട്ട് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യും. അത് കസ്റ്റമേഴ്സിൻ്റെ സൗകര്യാർത്ഥത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എപ്പോഴും എല്ലാ ലക്ഷങ്ങൾ അല്ലെങ്കിൽ 10,000 കൈക്കൊണ്ട് നടക്കാതെ ഈ ഒരു പേപ്പർ നോട്ടായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ അവർക്ക് സൗകര്യമാണ് അല്ലേ? എന്തിനാണ് ഞാനിപ്പം ബാങ്കിൻ്റെ ഒരു കസ്റ്റമറാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു കസ്റ്റമറിന് ഒരു പേയ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബിൽസ് പേയബിൾ നോട്ട് അല്ലെങ്കിൽ ബാങ്ക് ഡ്രാഫ്റ്റായിട്ടോ എന്തെങ്കിലും എഴുതി കൊടുത്താൽ മതിയാവും. അത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ അവർ ചെന്ന് ഈ ബാങ്ക് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ത് ചെയ്താൽ മതി, പർട്ടിക്കുലർ ഡേയിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ആ ഒരു പൈസ അവർക്ക് കൊടുക്കും. ഇനി നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ക്യാഷ് ആകാതെ അല്ലെങ്കിൽ അൺക്യാഷ്ഡ് ആയിട്ട് റിമൈൻ ചെയ്യുന്ന ഡ്രാഫ്റ്റുകളും ചെക്കുകളും ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിൽസ് പേയബിൾ എന്ന് ബാങ്ക് വിളിക്കുന്നത്. അപ്പം ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഹെഡിൻ്റെ കീഴിലാണ് ഏത് വരുന്നത്, ബിൽസ് പേയബിൾ എന്ന് പറയുന്ന അൺക്യാഷ്ഡ് ചെക്സ് ആൻഡ് ഡ്രാഫ്റ്റ് വരുന്നത്. ഇത് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ലയബിലിറ്റി സൈഡ് എന്ന് പറയുമ്പോൾ ഓർക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ ഹെഡിൻ്റെ അടിയിൽ അൺക്യാഷ്ഡ് ആയിട്ടുള്ള ഡ്രാഫ്റ്റുകളും ചെക്കുകളും ബാങ്ക് കാണിക്കുന്നത്. ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിസീവ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ മച്യൂരിറ്റി ഡേറ്റിൽ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്ന ബിൽസിനെയാണ് നമ്മൾ ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറയുന്നത്. എ റെക്കോർഡ് ഓഫ് ദീസ് ബിൽ ഈസ് കെപ്റ്റ് ഇൻ ദ ബിൽസ് ഫോർ കളക്ഷൻ രജിസ്റ്റർ. ഈ ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറയുന്നത് ഏത് രജിസ്റ്ററിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? ബിൽസ് ഫോർ കളക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് ബിൽസ് ഫോർ കളക്ഷൻ റെക്കോർഡ് ചെയ്ത് പോകാറുള്ളത്. Normally, the accounting entry for bills for collection is made only on the due date. സാധാരണഗതിയിൽ അക്കൗണ്ടിങ് എൻട്രി ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഐറ്റത്തിന് അക്കൗണ്ടിങ് എൻട്രി നടത്തുന്നത് ഡ്യൂ ഡേറ്റിൽ മാത്രമായിരിക്കും. ആ ഡ്യൂ ഡേറ്റിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് എൻട്രി നടത്തുന്നതെന്ന് നോക്കിയേ. വെൻ ദ ബിൽസ് ആർ കളക്റ്റഡ് ഡെബിറ്റിംഗ് ക്യാഷ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റിംഗ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തു പോകുന്നത്. കളക്ഷൻ ചാർജ് ഈസ് ഡെബിറ്റഡ് ഇൻ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ഇനി കസ്റ്റമേഴ്സ് അക്കൗണ്ടിൽ നിന്ന് തന്നെ എന്തും ഡെബിറ്റ് ചെയ്യാറുണ്ട്, കളക്ഷൻ ചാർജും ഡെബിറ്റ് ചെയ്ത് പോകാറുണ്ട്. ദെൻ ക്രെഡിറ്റിംഗ് ദ സൺട്രി ചാർജസ് റിക്കവേർഡ് അക്കൗണ്ട്. അതിനുശേഷം സൺട്രി ചാർജസ് റിക്കവേർഡ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഈ സെയിം എമൗണ്ടിനെ എന്തും ചെയ്യാറുണ്ട്, ക്രെഡിറ്റ് ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഡ്യുവൽ എഫക്റ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്.
ഇങ്ങനെ ഒരു മെത്തേഡിൽ ബിൽസ് ഫോർ കളക്ഷൻ നമുക്ക് അക്കൗണ്ടിങ് എൻട്രി നടത്താം, ട്രീറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത്. ആൻ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഈസ് ടു റെക്കോർഡ് ദ ബിൽസ് റിസീവ്ഡ് ഇൻ ബിൽസ് ഫോർ കളക്ഷൻ അസറ്റ് അക്കൗണ്ട് ആൻഡ് ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റി അക്കൗണ്ട്, ഡെബിറ്റിംഗ് ദ ഫോർമർ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റിംഗ് ദ latter account. When bills are collected or dishonored, the entry is reversed. The balance sheet bills for collection is shown as a footnote after contingent liabilities. സാധാരണ എല്ലാവരും ചെയ്തു പോകുന്നത് ഈ ആൾട്ടർനേറ്റീവ് മെത്തേഡാണ് എടുക്കുന്നത്. നമുക്ക് സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ മെത്തേഡിൽ തന്നെയാണ് ചെയ്തു പോകുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബിൽസ് ഫോർ കളക്ഷൻ അസറ്റ് അക്കൗണ്ടും ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റി അക്കൗണ്ടും വരയ്ക്കും. അസറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓർക്കുക, അവിടെ ഓപ്പണിംഗ് ബാലൻസും അതുപോലെ തന്നെ ബിൽസ് ഫോർ കളക്ഷൻ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വരുന്നത് ഏതാണ്, കറണ്ട് ഇയർ റിസീവ്ഡ് ഇങ്ങനെയുള്ള ഐറ്റംസ്, എമൗണ്ട് റിസീവ്ഡ്, ഓപ്പണിംഗ് ഇങ്ങനെയുള്ള എല്ലാം വരുന്നത് എപ്പോഴും ഡെബിറ്റ് സൈഡിലും, പേയ്മെൻറ്റ് പോകുന്നത് അല്ലെങ്കിൽ ഡിസോണർ ചെയ്യുന്നത് എല്ലാം ഏത് സൈഡിലുമാണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിലുമാണ് വരുന്നത്. അതേസമയം ലയബിലിറ്റി സൈഡ് അക്കൗണ്ട് ആണെങ്കിൽ നേരെ റിവേഴ്സ് ആയിരിക്കും. ഡെബിറ്റിൽ വന്ന മുഴുവൻ ക്രെഡിറ്റിലും, ക്രെഡിറ്റിൽ വന്ന മുഴുവൻ ഡെബിറ്റിലും പോകാറുണ്ട്. ഇനി ബാലൻസ് ഷീറ്റിൽ ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസും കഴിഞ്ഞ് ഏറ്റവും താഴെ ഒരു ഫുട് നോട്ടായിട്ട് മാത്രമേ എന്ത് കൊടുക്കാറുള്ളൂ, ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞ ഹെഡിൽ എത്ര എമൗണ്ട് ആണ് എന്നുള്ളത് കാണിക്കാറേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഒരു ഇലസ്ട്രേഷൻ നോക്കി പോകാം. നോക്കിയേ, On 1st April 2016, Agra Bank has rupees 10 lakhs bills for collection. ഇവിടെ ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് അത് നോക്കി പോവുക. 1st April 2016 ആഗ്ര ബാങ്കിൽ ബിൽസ് ഫോർ കളക്ഷൻ്റെ എമൗണ്ട്, അതായത് ഓപ്പണിംഗ് ഡേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് ഡേറ്റിലെ എമൗണ്ട് എന്ന് പറയുന്നത് rupees 10 lakhs ആണ്. ഡ്യൂറിങ് 2016-17 it received further bills of collection amounted to rupees 15 lakhs. 2016-2017 അക്കൗണ്ടിങ് ഇയറിൽ അവർ ടോട്ടൽ ബിൽസ് റിസീവ് ചെയ്തിരിക്കുന്നത് 15 lakhs-ൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ബിൽസ് ഫോർ കളക്ഷൻ അക്കൗണ്ട് എഴുതുമ്പോൾ ബിൽസ് റിസീവ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസും എല്ലാം എവിടെ കാണിക്കണം, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ആൻഡ് റിട്ടേൺ ഡിസോണേർഡ് ബിൽ ഓഫ് 2 lakh to the customers. ഇനി അവരുടെ ഡിസോണേർഡ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഡിസോണേർഡ് ബിൽസ് 2 ലക്ഷം രൂപയാണ് വന്നിരിക്കുക. അപ്പം ഡിസോണർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എങ്ങോട്ടാണ് കാണിക്കേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഞാൻ ഈ പറയുന്ന ബിൽസ് ഫോർ കളക്ഷൻ അസറ്റ് അക്കൗണ്ടിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. The bills collected during the period were rupees 17 lakh. Record these transactions in the bills of collection asset and bills for collection liabilities account. ബിൽസ് ഫോർ കളക്ഷൻ അസറ്റ് അക്കൗണ്ടിലും ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റി അക്കൗണ്ടിലും ഈ പറയുന്ന കാര്യങ്ങൾ കാണിച്ചു പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നോക്കുക, ആ സൊല്യൂഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിമ്പിളാണ്, ഒന്ന് നോക്കി പോവുക. നോക്കി 2016 April 1st ടു ബാലൻസ് ബ്രോട്ട് ഓൺ, അതായത് ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞിരിക്കുന്ന 10 lakh rupees എഴുതുക. ദെൻ 2017 March 31st നമ്മൾ ആ ഡേറ്റ് ഇടുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2016-17 എന്നാണ് പറഞ്ഞപ്പം കംപ്ലീറ്റ് ഒരു ഇയറിലെയാണ് ബിൽസ് ഫോർ കളക്ഷൻ തന്നിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ആ ലാസ്റ്റ് എൻഡിങ് ഡേറ്റ് ഇട്ട് അങ്ങ് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2017 March 31st ടു ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റി അക്കൗണ്ടിൽ എത്ര രൂപ ആയിരുന്നു, 15 lakhs കാണിക്കുന്നു. ദെൻ ബിൽസ് കളക്റ്റഡ് ആൻഡ് ബിൽസ് ഡിസോണേർഡ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതും സെയിം എൻട്രി തന്നെയാണ് കാണിക്കുന്നത്. ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റി അക്കൗണ്ട്, ബിൽസ് കളക്റ്റഡ് എന്നും ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റി അക്കൗണ്ട്, ബിൽസ് ഡിസോണേർഡ് എന്നും പറഞ്ഞ് എമൗണ്ട് കാണിക്കുന്നു. നമ്മൾ അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 2017 March 31st തന്നെയാണ് പോകുന്നത്. ഈ സെയിം ഇത് തന്നെ നേരെ റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ എവിടെ എഴുതുന്നത്, ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റി അക്കൗണ്ടിൽ എഴുതുന്നത്. ബിൽസ് ഫോർ കളക്ഷൻ ലയബിലിറ്റി അക്കൗണ്ട് എഴുതുമ്പം ബൈ ബാലൻസ് ബ്രോട്ട് ഓൺ ആൻഡ് ബൈ ബിൽസ് ഫോർ കളക്ഷൻ അസറ്റ് അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതും. ലയബിലിറ്റി ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ ബിൽസ് ഫോർ കളക്ഷൻ അസറ്റ് അക്കൗണ്ട് എന്നാണ് വരുന്നത്. അപ്പോൾ ആ ആൻസർ ഒന്ന് നോക്കുക, നിങ്ങൾക്ക് വളരെ എളുപ്പമാണിത്. ഈ ഓപ്പണിംഗ് ഡേറ്റിലേതും ബിൽസ് കളക്റ്റഡും എത്രയാണ്, റിസീവ്ഡും എത്രയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബിൽസ് ഫോർ അസറ്റിൻ്റെ ഡെബിറ്റ് സൈഡിലും അതേസമയം ബിൽസ് കളക്റ്റഡ് എത്രയാണ്, ഡിസോണേർഡ് എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് സൈഡിലും എഴുതി പോകാൻ വേണ്ടി സാധിക്കും. ബിൽസ് ഫോർ കളക്ഷൻ അസറ്റ് അക്കൗണ്ട്, അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡും നമുക്ക് നോക്കി പോകാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, acceptance
എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻ. ഈ അക്സെപ്റ്റൻസും എൻഡോഴ്സ്മെൻറ്റും എങ്ങനെ അല്ലെങ്കിൽ അതർ ഒബ്ലിഗേഷൻസും എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന ഐറ്റം എപ്പോഴും എന്തായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്? കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കുക. ബാലൻസ് ഷീറ്റ് ഷെഡ്യൂൾ നമ്പർ 12 കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ച് പോകുന്നത്. A bank can accommodate its customers by accepting and endorsing the bill on their behalf. This is usually done in case of foreign bill to facilitate negotiations and foreign business dealings. In such cases, the bank is liable towards the third party to whom bills are given or endorsed, and guarantee payment is given in case of non-payment of promised amount. On the other hand, customers are liable to the bank for such claims. The bank enters such bills in the bills accepted register. ഇവിടെ അക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത് ബിൽസ് ആക്സെപ്റ്റഡ് രജിസ്റ്ററിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ബില്ലുകളെല്ലാം രജിസ്റ്റർ ചെയ്ത് വെക്കാറ്. ഇത് ഒരു തേർഡ് പാർട്ടി ബാങ്കിന് ഒരു തേർഡ് പാർട്ടി ലയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷനും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇൻ കേസ് കസ്റ്റമർ ഈ ഒരു ബില്ല് പേ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബാങ്ക് അവരുടെ ഭാഗത്തു നിന്ന് ഈ ഒരു പേയ്മെൻറ്റ് നടത്തുക തന്നെ വേണം. അപ്പം ബാങ്കിനൊരു ഒബ്ലിഗേഷനും കൂടി ഈ പറയുന്ന ആക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് അത് ഒബ്ലിഗേഷൻസിൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം എപ്പോഴും വരുന്നത് ഫോറിൻ ബിസിനസ് ഡീലിങ്സിലാണ് കൂടുതലായിട്ടും വരുന്നത്. ഇനി അടുത്തത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. എന്താണ് ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ്? നോക്കി, a banking company usually has a number of branches inside and outside the country of its origin. Where a bank has several branches, it is quite natural that the numerous transactions take place between the head office and branches and between one branch and another branch. On 31st March, when final accounts are prepared, some branch transaction may remain unrecorded in the head office books owing to the non-receipt of necessary branch advices and other relevant documents. Because of such unrecorded transactions, there is possibility of some balance being left in the branch accounts in the head office books. In order to facilitate the preparation of final accounts, these balances are grouped by the head office under branch adjustments. The branch adjustment should be included in the schedule number 5, other liabilities, if it has credit balance, or schedule number 11, other assets, if it has a debit balance. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻ്റ് അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ബ്രാഞ്ച് അക്കൗണ്ട് ചെയ്ത സമയത്ത്. ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് നിൽപ്പുണ്ടെങ്കിൽ, ഇൻ ട്രാൻസിസ്റ്റ് ആയിട്ട് നിൽപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ അത് അൺറെക്കോർഡഡ് ആയിട്ട് വരും. അങ്ങനെ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളെയെല്ലാം നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ക്രെഡിറ്റ് ബാലൻസ് ആണ് അതിന് വരുന്നതെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 5 അതർ ലയബിലിറ്റീസ് ആയിട്ടും, അതേസമയം ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 11 അതർ അസറ്റ് ആയിട്ടാണ് നമ്മളിവിടെ കാണിച്ച് പോകുന്നത്. ഇത്ര ഓർത്താൽ മതി. ഒരു ബാങ്ക് ആകുമ്പോഴത്തേക്കിന് ഹെഡ് ഓഫീസുമായിട്ടും പല ബ്രാഞ്ചസുമായിട്ടും അവർക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് വരും. അപ്പം ഇൻ ട്രാൻസിസ്റ്റ് ആയിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്, അൺറെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് കാണിച്ചു പോകുന്നത്. ഇൻ കേസ് ഇറ്റ് ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഷെഡ്യൂൾ നമ്പർ 5 അതർ ലയബിലിറ്റീസിലും, അതേസമയം ഇറ്റ് ഹാസ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 11 അതർ അസറ്റ്സിലുമാണിത് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. എന്താണ് ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, ദിസ് റെഫേഴ്സ് ടു അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. മെയിനായിട്ട് ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത് ബിൽസ് ഡിസ്കൗണ്ടഡിൻ്റെ അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് എമൗണ്ടിനെയാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ചില ബില്ലുകൾ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആഫ്റ്റർ 5 months മച്യൂരിറ്റി വരുന്ന ടൈമിലായിരിക്കും ബാലൻസ് എമൗണ്ടിൻ്റെ ഇത് വരുന്നത്. അപ്പം ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള ആ ഒരു അല്ലെങ്കിൽ വരെയുള്ള എമൗണ്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ആണ്. നമുക്ക് നോക്കാം. ദിസ് റിഫേഴ്സ് ടു അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് ഓൺ ദ ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് വെൻ എ ബാങ്ക് discounts a bills discounted and purchase date debited the full value of the bill and the customer's current account is credited with the
net proceeds and interest and discount is credited with the amount of total discounts of the bill. However, it may be possible that some of the discounted bills mature only after the close of the financial year. In such case, it will not be proper to take credit of the entire discount as income of the financial year in which they are discounted. The amount of discount proportionate to the period that falls in the next in the year subsequent to the year in which the bills are discounted should be therefore be considered unexpired or unearned discount of the year. At the end of the final accounts, and the unexpired discount or rebate on bills discounted must be carried forward by means of the following entry: interest on discount debtor to rebate on bills discounted. ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത് അൺഏൺഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അൺഏൺഡ് ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ചില ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് ഈ മച്യൂരിറ്റി എന്ന് പറയുന്നത് ചിലപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലായിരിക്കത്തില്ല, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും മച്യൂരിറ്റി ആവുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ മീൻസ് ഇപ്പം നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ 5th മന്തിലാണ് ഇത് എക്സ്പയർ ആവുന്നത് എങ്കിൽ നമ്മൾ മാർച്ച് 31 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ തീരും. അപ്പം ബാക്കിയുള്ള ഏപ്രിൽ മെയ് ഈ 2 മാസത്തെ വരുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് അതെന്ന് പറയുന്നത് അടുത്ത മാസത്തെ 2 മാസത്തേതാണ്. അത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഉൾക്കൊള്ളുന്നതല്ല. അങ്ങനെയുള്ള അൺഎക്സ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഏൺഡ് ആയിട്ടുള്ള ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് അല്ല, മറിച്ച് നെക്സ്റ്റ് ഇയറിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റത്തിനാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്ന ഐറ്റം താഴെ പറയുന്ന എൻട്രി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലോസ് ചെയ്ത് പോകുന്നത്. നോക്കിയേ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് ദിസ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ്. ഷെഡ്യൂൾ നമ്പർ 5 അതർ ലയബിലിറ്റീസിലാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കാണിക്കുന്നത്. അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ബൈ മീൻസ് ഓഫ് റിവേഴ്സ് എൻട്രി. ഇനി അടുത്ത അക്കൗണ്ടിങ് ഇയർ തുടങ്ങുമ്പോൾ തന്നെ ഈ പറയുന്ന സെയിം എൻട്രി റിവേഴ്സ് ചെയ്ത് നമ്മൾ എഴുതും. എങ്ങനെയാണ് എഴുതുന്നത്? റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതി ഈ ഒരു എൻട്രി തീർത്തുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, look at this question. On 31st March 2017, the books of Amara Bank had the following account balances: rebate on bills discounted 1 for 2016 2,30,000, discount received rupees 48 lakhs. On the closing the books, it is found that discount received including unexpired discount to be carried to the next year rupees 2,90,000. ഡിസ്കൗണ്ട് റിസീവ്ഡ് 48 lakhs ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് എമൗണ്ട് ഒരു 2,90,000 കിടപ്പുണ്ട്. ഷോ ദ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അണ്ടർ ദ ഡിസ്കൗണ്ട് ഏൺഡ് ഫോർ ദ ഇയർ 2016-17. ഓൾസോ ഗീവ് ജേണൽ എൻട്രീസ് റിക്വയർഡ് ടു അഡ്ജസ്റ്റ് ദ എബോവ് മെൻഷൻ എമൗണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്ര ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന ജേണൽ എൻട്രി കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര രൂപയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ് 48 lakhs ആണെന്ന് നമുക്കറിയാം. റിബേറ്റ് ബാലൻസ് 1 for 2016 ഓപ്പണിംഗ് ഡേറ്റിൽ എത്ര ഉണ്ടെന്നുള്ളതും അറിയാം. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും 50,30,000 rupees എന്ന് കിട്ടുന്നു. ഈ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് വേണം നമ്മൾ എന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? ഇപ്പോഴത്തെ ക്ലോസിംഗ് ടൈമിലെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അല്ലെങ്കിൽ അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എമൗണ്ട് കുറച്ച് കഴിയുമ്പം 2,90,000 rupees 2,90,000 rupees നമ്മൾ 50,30,000 കുറച്ച് കഴിയുമ്പം മിച്ചം വരുന്ന 47,40,000 rupees ആണ് എമൗണ്ട് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ
കാണിക്കുന്നത്. ഇനി ഈ ഒരു എൻട്രിയെ നമ്മൾ എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. 1/4/2016 ഇപ്പം പ്രീവിയസ് ഇയറിലെ റിബേറ്റ് ആണ് നമ്മൾ കറണ്ട് ഇയറിലെ ഓപ്പണിംഗ് ആയിട്ട് വരുന്നതാണല്ലോ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എൻട്രി റിവേഴ്സ് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻട്രി എങ്ങനെ വരും? റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് 2,30,000 ആൻഡ് ഈ കറണ്ട് ഇയറിലെ റിബേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്, നേരെ റിവേഴ്സ് എൻട്രിയാണ് ഇവിടെ വരുന്നത്. 2,90,000. ദെൻ നമ്മൾ 47,40,000 rupees പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ആ എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ എങ്ങനെയാണ് റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് പ്രോബ്ലം ആണിത്. നമ്മൾ എങ്ങനെയാണ് റിബേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കുന്നതെന്നും കണ്ടു. ഇനി അടുത്തത് എങ്ങനെയാണ് ഈ റിബേറ്റ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതാണ്. നോക്കി, കാൽക്കുലേറ്റ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ആസ് ഓൺ 31st March 2017. ഡേറ്റ് ഓഫ് ദ ബിൽ പറഞ്ഞിട്ടുണ്ട് 20/1/2017, 10/2/2017, 15/3/2017. എമൗണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓരോ ബില്ലിൻ്റെയും 80 lakh, 40 lakh ആൻഡ് 60 lakh. പീരീഡ് ഓഫ് ദ ബില്ല് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 5 months, 4 months, 2 months. ദെൻ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട് 16%, 18% ആൻഡ് 15%. നമുക്ക് ആദ്യത്തെ ബില്ലിൻ്റെ കേസ്, അത് നമ്മളിപ്പം റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു ബോക്സ് ടേബിൾ വരച്ചാണ് ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നോക്കുക, ഓരോ ആ ഒരു തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓർഡറായിട്ട് ആ ഒരു ബോക്സിലേക്ക് എഴുതുക. നോക്കിയേ, ഫസ്റ്റ് ഡേറ്റ് ഓഫ് ദ ബില്ലാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അതിനുശേഷം നമ്മൾ പീരീഡ് ഓഫ് ദ ബിൽസ് നമ്മളങ്ങ് എഴുതുക. പീരീഡ് ഓഫ് ദ ബില്ല് എഴുതുമ്പോൾ 5 months, 4 months ആൻഡ് 2 months. അപ്പം ഡ്യൂ ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? 20/1/2017 മുതൽ 5 മാസത്തേക്കിനാണ് പറയുന്നത്. അപ്പം 21 തൊട്ട് 5 വരെ എന്ന് പറയുമ്പോൾ 6 മാസം വരും. 20/6/2017 അവിടെ ഡേറ്റ് വരുന്നത്. ചെറിയൊരു കറക്ഷനാണ് കേട്ടോ, അത് 2017 വരുന്നത്. അപ്പം 3 ദിവസമാണ് ഗ്രേസ് പീരീഡ് പറയുന്നത്. അപ്പം പ്ലസ് 3 days കൂടെ വരുമ്പോൾ 23/6/2017 വരുന്നത്. ഇനി നമുക്ക് ഡേയ്സ് ബിയോണ്ട് 31st March 2017, 31st March 2017 വരെയുള്ള ബിയോണ്ട് ആയിട്ടുള്ള ഡേറ്റ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. 21/1/2017 മുതൽ 31/3/2017 വരെയുള്ള ഡേറ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുക. അത് എണ്ണേണ്ട കാര്യമില്ല. 31/3/2017 മുതൽ 23/6/2017 വരെ എത്ര ദിവസം ഉണ്ടെന്ന് എണ്ണണം. നോക്കിയേ, ഏപ്രിൽ മാസം 30 ദിവസമുണ്ട്, മെയ് മാസം 30 ദിവസമുണ്ട്, ജൂണിൽ നമുക്ക് 23 ദിവസം എടുത്താൽ മതി. അപ്പം ടോട്ടൽ 84 days. ദെൻ സെക്കൻഡ് ബില്ല് 10/2/2017, 4 മാസമാണ് പറഞ്ഞിരിക്കുന്നത്. അതും എത്രാം തീയതി ആവും? 13/6/2017 ഇതാവും, മച്ചൂറാവും. അപ്പം മാർച്ച് കഴിഞ്ഞിട്ട് എത്ര ദിവസമുണ്ട്? ഏപ്രിലിൽ 30 ദിവസം, മെയ്യിൽ 31 ദിവസം, ജൂണിൽ 13 ദിവസമാണ് വരുന്നത്. അപ്പം ടോട്ടൽ 74 ദിവസം. ദെൻ 15/3/2017 എന്ന് പറയുന്ന ബില്ല് 2 മാസത്തിൽ മച്ചൂറാവും. അതായത് 18/5/2017 ഇത് മച്ചൂർഡാവും. അപ്പം വരുന്ന ഡേറ്റ് എങ്ങനെ വരും? ഏപ്രിലിൽ 30, മെയ്യിൽ 8, 18 ദിവസം കൂടെ കിട്ടും. അപ്പം ടോട്ടൽ 48 ദിവസം. അപ്പം ടോട്ടൽ ഡേയ്സ് ബിയോണ്ട് 31/3/2017 എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എമൗണ്ട് ഓഫ് ദ ബില്ല്. എത്ര രൂപയാണ് ഒരു ബില്ലിൻ്റെ എമൗണ്ട് എന്നാണ് എഴുതുന്നത്. അതും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 80,000, 40,000 ആൻഡ് 60,000. ഇനി റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അതും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 16%, 18% ആൻഡ് 15%. ഇനി റിബേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിബേറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് ബില്ലിൻ്റെ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? എമൗണ്ട് ഓഫ് ദ ബിൽ, അതിൻ്റെ ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. റിബേറ്റ് ഈക്വൽസ് എമൗണ്ട് ഓഫ് ദ ബിൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു അൺഎക്സ്പയർഡ് ഡേയ്സ് ബൈ 365. അൺഎക്സ്പയർഡ് ഡേയ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചും വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബില്ലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 80,000 ഇൻറ്റു 16/100 ഇൻറ്റു 84/365. ആൻഡ് സെക്കൻഡ് ബില്ലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 40,000 ഇൻറ്റു 18/100 ഇൻറ്റു 74/365. ആൻഡ് തേർഡ് ബില്ലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 60,000 ഇൻറ്റു 15/100 ഇൻറ്റു 48/365.
365. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ബില്ലിൻ്റെയും അൺഎക്സ്പയർഡ് എമൗണ്ട് എത്ര എന്നുള്ളത് അല്ലെങ്കിൽ റിബേറ്റ് എത്ര എന്നുള്ളത് കിട്ടും. എന്നിട്ട് ഈ 3 എണ്ണത്തിനെ കൂടെ ടോട്ടൽ ചെയ്ത് കിട്ടിയിരിക്കുന്ന എമൗണ്ടാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. ഞാനൊന്നും കൂടെ പറയാം. നമുക്കിവിടെ ഡ്യൂ ഡേറ്റ് എപ്പോഴാണെന്ന് ആദ്യം എഴുതുക. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഡേറ്റ് ഓഫ് ദ ബില്ല് എഴുതുക. അതിനുശേഷം എത്ര മാസമുണ്ട് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ദ ബില്ല് എഴുതുക. ദെൻ ഡ്യൂ ഡേറ്റ് ഇൻക്ലൂഡിങ് ഗ്രേസ് ഡേയ്സ്. എപ്പോഴും ഓർക്കുക, ഗ്രേസ് ഡേയ്സ് എപ്പോഴും 3 ദിവസമാണ് കൊടുക്കുന്നത്. അപ്പം ഡ്യൂ ഡേറ്റ് പ്ലസ് 3 ദിവസം കൂടെ വരുന്നതാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡേയ്സ് ബിയോണ്ട് 31/3/2017, അതായത് 31/3/2017 അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസമുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡേയ്സ് ബിയോണ്ട് 31/3/2017 കണ്ടുപിടിക്കാൻ ബിൽ 1, ബിൽ 2, ബിൽ 3 എന്ന് കൊടുക്കുക. മാർച്ച് കഴിഞ്ഞ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അത് എത്ര മാസമാണ് വരുന്നത് അത് അത്രയും ഡേറ്റുകൾ മേളിൽ എഴുതുക. അതിനുശേഷം ഓരോ ബില്ലിൻ്റെയും ഓരോ മാസം എത്ര ദിവസം ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. ദെൻ എമൗണ്ട് ഓഫ് ദ ബില്ല് അവർ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഡിസ്കൗണ്ടും തന്നിട്ടുണ്ട്. ഇനിയും എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഫോർ ദ അൺഎക്സ്പയർഡ് പീരീഡ് ഓർ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റിബേറ്റ് ഈക്വൽസ് എമൗണ്ട് ഓഫ് ബിൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു അൺഎക്സ്പയർഡ് ഡേയ്സ് ബൈ 365 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? റിബേറ്റ് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തിരുന്നതാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത്. ഇനി അസറ്റ് ക്ലാസിഫിക്കേഷൻ, ഇൻകം റെക്കഗ്നിഷൻ ആൻഡ് പ്രൊവിഷൻ നോംസ്. ഏതൊക്കെയാണ് അസറ്റ് ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻകം റെക്കഗ്നിഷൻ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഓരോ പ്രൊവിഷണൽ നോംസുമാണ് നമുക്കിനിയും പഠിക്കാനുള്ളത്. നോക്കാം. Asset classification and income recognition. Okay, the major source of income for a bank come from advances and investment. However, they carry some risk also. Hence, RBI has introduced a certain guidelines for income recognition which are in line with the international പ്രാക്ടീസ്. ഇനി RBI റൂൾസ് പ്രകാരമുള്ള ഇൻകം റെക്കഗ്നിഷൻ, ഇൻ്റർനാഷണൽ പ്രാക്ടീസിലുള്ള കുറച്ച് ഇൻകം റെക്കഗ്നൈസ്ഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബാങ്കുകളുടെ അസറ്റിനെ ഇൻകം റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസറ്റിനെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Okay, for the purpose of income recognition, banks advances has been classified into performing asset and non-performing asset. ഇൻകം റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബാങ്കിൻ്റെ അസറ്റുകളെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പെർഫോമിംഗ് അസറ്റ് എന്നും 2 നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുമാണ് തിരിച്ചിരിക്കുന്നത്. ഇനി പെർഫോമിംഗ് അസറ്റ് എന്താണ്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്താണെന്ന് നോക്കാം. These are the advances that return income on a continuous basis. They do not carry more risk than normal risk attached to the business. Incomes from performing assets are recognized on accrual basis. നമുക്കറിയാം, പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അഡ്വാൻസസ് ആണ്. അത് സ്ഥിരമായിട്ട് റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് ആണ്. ഇതിന് വലിയ റിസ്ക്, നോർമൽ റിസ്ക് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. മോർ റിസ്ക് ഇവിടെ ഉണ്ടാകാൻ സാധ്യത ഇല്ല. ഇനി ഇവിടെ നിന്നുള്ള ഇൻകം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അക്രൂവൽ ബേസിസിൽ ആണ്. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര ഓർത്താൽ മതി, മിനിമം 90 ദിവസം ഐഡിയലായിട്ട് കിടക്കുന്ന അസറ്റുകളെല്ലാം നോൺ പെർഫോമിംഗ് അസറ്റായിട്ടാണ് കാണുന്നത്. വിച്ച് മീൻസ് ദാറ്റ് 3 മാസത്തിൽ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാത്ത അസറ്റുകളെല്ലാം എന്തായിട്ടാണ് കാണുന്നത്? നോൺ പെർഫോമിംഗ് അസറ്റായിട്ടാണ് കാണുന്നത്. An asset is treated as NPA in the following circumstances. ഈ താഴെ പറയുന്ന സർക്കംസ്റ്റാൻസസിൽ ഓരോ അസറ്റിനെയും NPA അസറ്റായിട്ട്, അതായത് നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ടേം ലോൺ. ടേം ലോൺ ഒരു അസറ്റാണെന്ന് നമുക്കറിയാം അല്ലേ. ടേം ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് 90 ദിവസത്തിന് മേളിൽ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? NPA ആയിട്ടാണ് കാണുന്നത്, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പം 3 മാസത്തിൽ കൂടുതൽ ഒരു ലോണിൻ്റെ അടവുകൾ എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ NPA ആയിട്ടാണ് കാണുന്നത്. അത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടോ ഇൻട്രസ്റ്റ് എമൗണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇവിടെ എന്ന് പറയുമ്പം ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പളാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇൻട്രസ്റ്റ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല, പ്രിൻസിപ്പൽ എമൗണ്ടും ഐഡിയലായിട്ട് തന്നെ അവിടെ കിടക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കിന് എന്താണ്, അതിനെ ഒരു NPA ആയിട്ടാണ് കാണുന്നത്. ഇനിയും ക്യാഷ് ക്രെഡിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ്.
ഇതും സെയിം കാര്യമാണ് പറയുന്നത്. 90 ഡേയ്സിന് മേളിൽ വന്ന് വരുന്ന ക്യാഷ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിനെ എപ്പോഴും നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? നോൺ പെർഫോമിങ് അസറ്റായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ വരുന്ന അക്കൗണ്ടുകളെ ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഓക്കെ, ഇഫ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് റിമെയിൻസ് കണ്ടിന്യൂസ്ലി ഫോർ 90 ഡേയ്സ് ഇൻ എക്സസ് ഓഫ് സാങ്ഷൻഡ് ലിമിറ്റ് ഓർ ഡ്രോയിങ് പവർ. സാങ്ഷൻഡ് ലിമിറ്റ് അല്ലെങ്കിൽ സാങ്ഷൻഡ് ഡ്രോയിങ് പവറിൻ്റെ ഇപ്പോൾ നമുക്കറിയാം ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്കാകും, ചിലപ്പോൾ 25 ദിവസമായിരിക്കും, ചിലപ്പോൾ 30 ദിവസമായിരിക്കും. ഇതിനകം എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് തിരിച്ചടക്കണം. ആ ഒരു ടൈം കഴിഞ്ഞ് പിന്നെ ഒരു 90 ദിവസം കൂടെ നോക്കും. അത് അത്രയും പീരീഡിലും അടച്ചിട്ടില്ല എങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? NPA ആയിട്ടാണ് കണ്ടുപോകുന്നത്. സെയിം കാര്യം തന്നെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്. ഇനി ബിൽസ് പർച്ചേസ്ഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നത് അൺപെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഓവർ ഡ്യൂ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതും 90 ഡേയ്സ്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. നോൺ പെർഫോമിങ് അസറ്റ് എന്ന് പറയുന്നത് 90 ഡേയ്സിന് മേളിൽ ഇൻകം ജനറേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അൺഡ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഓവർ ഡ്യൂ ആയിട്ട് അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്ന അസറ്റുകളെല്ലാം നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? നോൺ പെർഫോമിങ് അസറ്റായിട്ടാണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് വൺ, അഗ്രികൾച്ചറൽ അഡ്വാൻസസ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ്. ഇനി അഗ്രികൾച്ചറൽ ലോൺസ് കൊടുക്കാറുണ്ട്. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സും അതുപോലെ തന്നെ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സും ഉണ്ട്. ഈ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ 2 ഹാർവസ്റ്റ് സീസൺ കഴിഞ്ഞും അവർ പേയ്മെൻ്റ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ, ഇപ്പം നെൽകൃഷിയൊക്കെ പറയുകയാണെങ്കിൽ 2 കൃഷിയാണ് വരുന്നത്. അപ്പം ആ 2 കൃഷി കഴിഞ്ഞ് 2 കൃഷിയാണ് അവർ മിനിമം നോക്കുന്നത്. അപ്പോൾ 2 കൃഷി കഴിഞ്ഞ് പിന്നെ പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ വരികയാണെങ്കിൽ അതിനെ ഏതായിട്ടാണ് കാണുന്നത്? നോൺ പെർഫോമിങ് അസറ്റായിട്ടാണ് കാണുന്നത്. അതേസമയം ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ 1 ക്രോപ്പ് സീസണാണ്, ഒരു കാലത്തിലെ വിളയെടുപ്പ് വരുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു വിളയെടുപ്പിന് ശേഷം പേയ്മെൻറ്റും കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? നോൺ പെർഫോമിങ് അസറ്റായിട്ടാണ് കാണുന്നത്. ഇനി താഴത്തെ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. Given below are the details of interest on advances of a commercial bank for the year 2016-17. 2016-17 ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിലെ ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് ആണ് തന്നിരിക്കുന്നത്. നോക്കാം. അവിടെ നേച്ചർ ഓഫ് ദ അഡ്വാൻസ് പറഞ്ഞിട്ടുണ്ട്, പെർഫോമിംഗ് ആൻഡ് നോൺ പെർഫോമിംഗ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഏൺഡും ഇൻട്രസ്റ്റ് റിസീവ്ഡും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, പെർഫോമിംഗ് അസറ്റിൻ്റെ ടേം ലോൺസ് അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് ബിൽസ് ഓഫ് പർച്ചേസ് ആൻഡ് ഡിസ്കൗണ്ടഡ് തന്നിട്ടുണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റ് ഇൻട്രസ്റ്റ് ആണ്ടും ഇത് തന്നിട്ടുണ്ട്. ഇനി ഫൈൻഡ് ഔട്ട് ദ ഇൻകം ടു ബി റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഇയർ എൻഡഡ് 2016-17. ഇനി ഈ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ പെർഫോമിംഗ് അസറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓൺ അക്രൂവൽ ബേസിസ്. നമുക്കറിയാം പെർഫോമിംഗ് അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ അക്രൂവൽ ബേസിസിലാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് ഏൺഡ് ഈ ഒരു വർഷം ഏൺ ചെയ്തിരിക്കുന്ന സാധനമായിരിക്കും എവിടെ എടുക്കുന്നത്? പെർഫോമിംഗ് അസറ്റിൻ്റെ ഇൻകം ആയിട്ട് എടുക്കുന്നത്. അതേസമയം ബട്ട് ഇൻട്രസ്റ്റ് ഫ്രം നോൺ പെർഫോമിംഗ് അസറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ക്യാഷ് ബേസിസ്. ഇപ്പം നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ ക്യാഷ് ബേസിസിലാണ്. ഒന്ന് അക്രൂവൽ ബേസിസ് ആണെങ്കിൽ ഒന്ന് ക്യാഷ് ബേസിസിലാണ്. നമ്മൾ ക്യാഷ് ബേസിസിലെന്ന് പറയുമ്പോൾ അവർ ഇപ്രാവശ്യം കയ്യിൽ കിട്ടിയിരിക്കുന്ന റിസീവ് ചെയ്തിരിക്കുന്ന ഐറ്റം മാത്രമായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് വരുന്ന എമൗണ്ട് മാത്രമായിരിക്കും എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ടേം ലോൺ അല്ലെങ്കിൽ പെർഫോമിംഗ് അസറ്റും നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെയും പെർഫോമിംഗ് അസറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഏൺഡും അക്രൂവൽ ബേസിസ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഏൺഡും, നോൺ പെർഫോമിംഗ് അസറ്റ് ക്യാഷ് ബേസിസ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് മാത്രമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ രണ്ടിനെ എമൗണ്ടുകൾ എഴുതുക, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡ്, അസറ്റ് ക്ലാസിഫിക്കേഷൻ ഫോർ പ്രൊവിഷൻ റിക്വയർമെൻറ്റ്. ഇനി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് അസറ്റിനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ദെൻ നമുക്ക് ആ ഒരു തിയറി പോർഷൻ നിങ്ങൾ വായിച്ചേക്കുക. നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് നിൽക്കുന്ന തിയറി പോർഷൻസ് നിങ്ങൾ വായിച്ചേക്കുക. ഇനി നമുക്ക് ഓരോ അസറ്റും എത്ര പെർസെൻറ്റേജ്, അതിൻ്റെ മീനിങ് എന്താണ്, അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, അവരുടെ റേറ്റ് എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കിപ്പോവാം. നോക്കുക,
Classification of bank advances for determining the amount of provision as per RBI DBOD circular number BPBC 94/21 for 4048/2011-12 dated 18/5/2011. റേറ്റ് ഓഫ് പ്രൊവിഷൻ ഫോർ നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ റേറ്റ് ഓഫ് പ്രൊവിഷൻ എത്രയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കുക. സ്റ്റാൻഡേർഡ് അസറ്റ്സ് ദാറ്റ് ആർ അഡ്വാൻസസ് ആണ് നമ്മളിവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് വൺ വിച്ച് ഡസ് നോട്ട് ഡിസ്ക്ലോസ് എനി പ്രോബ്ലം വിച്ച് ഡസ് നോട്ട് ക്യാരി മോർ ദാൻ നോർമൽ റിസ്ക് അറ്റാച്ച് ടു ദ ബിസിനസ് സച്ച് ആൻ അസറ്റ് ഈസ് നോട്ട് എ NPA. ഇനി ഇവ സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കുക, ഇതെന്ന് പറയുന്നത് നോർമൽ റിസ്ക് മാത്രം ക്യാരി ചെയ്യുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് അസറ്റിന് 3 കാറ്റഗറീസ് ആണുള്ളത്. നോക്കിയേ, ഡയറക്റ്റ് അഡ്വാൻസസ് ടു അഗ്രികൾച്ചറൽ ആൻഡ് SME. അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ SMEക്ക് ഡയറക്റ്റ് അഡ്വാൻസസ് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ പ്രൊവിഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.25% ആണ് കൊടുക്കുന്നത്. ദെൻ അഡ്വാൻസസ് ടു കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് സെക്ടർ CRE സെക്ടറിലാണെങ്കിൽ 1% നമ്മൾ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഓൾ അതർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ A and B above. ഇനി അഗ്രികൾച്ചറൽ ആൻഡ് SME അല്ലെങ്കിൽ CREക്ക് സെക്ഷനിൽ ഇല്ലാത്ത എല്ലാ അഡ്വാൻസസും ലോൺസും എത്ര പെർസെൻറ്റേജ് മാറ്റണം? 0.40% പ്രൊവിഷനായിട്ട് മാറ്റണം. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. അഗ്രികൾച്ചറൽ ആൻഡ് SMEക്ക് ആണെങ്കിൽ 0.25%. ദെൻ CRE സെക്ടറിനാണെങ്കിൽ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിനാണെങ്കിൽ 1%. ഇനി ഇതിൻ്റെ അകത്ത് രണ്ടിനകത്തും പെടാത്ത ബാക്കി എല്ലാ ലോൺസിനും അഡ്വാൻസസിനും 0.40% പ്രൊവിഷനായിട്ട് മാറ്റണം. ഇനി സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്. എന്താണ് ഈ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്? ഇതെന്ന് പറയുന്നത് ഇത്ര ഓർക്കുക. എ സബ്സ്റ്റാൻഡേർഡ് asset is one which has remained as NPA for a period less than or equal to 12 months. NPA ആയിട്ട് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് 12 മാസമോ അല്ലെങ്കിൽ അതിൽ താഴെയോ കിടന്നിട്ടുള്ള അസറ്റുകളെയാണ് നമ്മൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റാൻഡേർഡ് അസറ്റിനെ 3ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് സെക്യൂർഡ് എക്സ്പോഷർ, 2 അൺസെക്യൂർഡ് എക്സ്പോഷർ ആൻഡ് അൺസെക്യൂർഡ് എക്സ്പോഷർ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ലോൺ അക്കൗണ്ട് വെയർ certain safeguards such as escrow account are available. ഇങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്യൂർഡ് എക്സ്പോഷർ ആണെങ്കിൽ 15% പ്രൊവിഷനായിട്ട് മാറ്റണം. അൺസെക്യൂർഡ് എക്സ്പോഷർ ആണെങ്കിൽ 25% മാറ്റണം. ദെൻ എസ്ക്രോ അക്കൗണ്ട് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാർഷ്യലി സെക്യൂർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. പാർഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസെക്യൂർഡ് എക്സ്പോഷർ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ലോൺ അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ 20% എന്തായിട്ട് മാറ്റണം? പ്രൊവിഷനായിട്ട് മാറ്റണം. ഇനി ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഒരു അസറ്റ് മിനിമം NPA ആയിട്ട് 12 മാസം കിടന്നിട്ടുള്ള ഡൗട്ട്ഫുൾ ആയിട്ട് കിടന്നിട്ടുള്ള അസറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഡൗട്ട്ഫുൾ അസറ്റായിട്ട് പറയുന്നത്. നോക്കി, ആൻ അസറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഡൗട്ട്ഫുൾ ഇഫ് ഇറ്റ് റിമൈൻഡ് ആസ് NPA ഫോർ എ പീരീഡ് ഓഫ് 12 months. 12 മാസം NPA ആയിട്ട് തന്നെ കിടന്നിട്ടുള്ള അസറ്റുകളാണ് നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡൗട്ട്ഫുൾ അഡ്വാൻസസ് അൺസെക്യൂർഡ് പോർഷൻ, ഇപ്പോൾ സെക്യൂർഡ് അൺസെക്യൂർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഡൗട്ട്ഫുൾ അഡ്വാൻസസ് അൺസെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ 100% എന്തായിട്ട് മാറ്റണം? പ്രൊവിഷനായിട്ട് മാറ്റണം. ഇനി ഡൗട്ട്ഫുൾ ഓർ സെക്യൂർഡ് പോർഷൻ, ഡൗട്ട്ഫുൾ അഡ്വാൻസസ് ആണ്, പക്ഷേ ഇത് സെക്യൂർഡ് ആണ്. ഫോർ ഡൗട്ട്ഫുൾ അപ് ടു 1 year ആണെങ്കിൽ, 1 വർഷം വരെ ഡൗട്ട്ഫുൾ ആയിട്ട് കിടന്നിട്ടുള്ളതാണെങ്കിൽ ഇതിന് 25% മാറ്റിയാൽ മതി. മോർ ദാൻ 1 year ബട്ട് അപ് ടു 3 years ആണെങ്കിൽ, 1 വർഷത്തിന് മേളിലും 3 വർഷത്തിനകത്തും 1 to 3 years ആണെങ്കിൽ 40% എന്തായിട്ട് മാറ്റണം? പ്രൊവിഷനായിട്ട് മാറ്റണം. ആൻഡ് ഫോർ ഡൗട്ട്ഫുൾ മോർ ദാൻ 3 years, 3 വർഷത്തിന് മേളിലാണെങ്കിൽ 100% എന്തായിട്ട് മാറ്റണം? പ്രൊവിഷനായിട്ട് മാറ്റണം. ഇപ്പം ഡൗട്ട്ഫുൾ അസറ്റ്സിനെ 2 കാറ്റഗറീസ് ആണ്, സെക്യൂർഡും അൺസെക്യൂർഡും. ഇനി അൺസെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ 100% പ്രൊവിഷനായിട്ട് മാറ്റണം. അതേസമയം സെക്യൂർഡ് പോർഷൻ
അപ് ടു 1 ഇയർ ആണെങ്കിൽ 25%, 1 to 3 ആണെങ്കിൽ 40%, മോർ ദാൻ 3 ആണെങ്കിൽ 100%. ഇനി ലോസ് അസറ്റ് എന്ന് പറയുമ്പോൾ 3 കാറ്റഗറീസ് ആണ്. ഇത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്ന, അത് ഒരു രീതിയിലും ബാങ്കിന് ഒരു മെച്ചവും ഇല്ലാത്ത അസറ്റുകളാണ്. ഇപ്പം കിട്ടാക്കടങ്ങളെന്ന് പറയും അല്ലേ, അങ്ങനെയുള്ള അസറ്റുകളെയാണ് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. ഈ ലോസ് അസറ്റ് എന്ന് പറയുന്ന ഐറ്റത്തിന് പ്രൊവിഷൻ എന്ന് പറയുന്ന ഫുൾ എമൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 100% എന്തായിട്ട് മാറ്റണം, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്ത് മാറ്റുക തന്നെ ചെയ്യണം. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. From the following information of details of advances of Chandra Bank Limited, calculate the amount of provision to be made in profit and loss account for the year ended 31st March. എത്ര രൂപയാണ് പ്രൊവിഷനായിട്ട് മാറ്റേണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, സബ് സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, ഡൗട്ട്ഫുൾ അസറ്റ്സിൻ്റെ ഫോർ 1 ഇയർ, 2 ഇയർ, 3 ഇയർ, മോർ ദാൻ 3 ഇയേഴ്സ് വന്നിട്ടുണ്ട്, ലോസ് അസറ്റ് വന്നിട്ടുണ്ട്. ഇത്ര ഐറ്റത്തിൻ്റെ ടോട്ടൽ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ വാല്യൂ അതുപോലെ തന്നെ നമ്മൾ മേളിൽ പഠിച്ചിരിക്കുന്ന ഈ മേളിലത്തെ ഈ ടേബിൾ നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ ടേബിൾ ഓർത്തിരിക്കണം. അപ്പോൾ ഓർക്കുക, സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റിന് 10,000 rupees, 10,000 ഇൻ ലാക്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 10,000 എന്നാണ് പറഞ്ഞാൽ പോകുന്നത്. ഓക്കെ, 10,000 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ അഗ്രികൾച്ചറൽ ഓർ SME എന്ന് പറഞ്ഞിട്ടില്ല, CRE എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റിന് 0.40 അതർ ദാൻ അഗ്രികൾച്ചർ, SME ആൻഡ് CRE എന്ന് കണ്ട് 0.40% എന്തായിട്ട് കാണുന്നു, പ്രൊവിഷനായിട്ട് കണ്ടുപിടിച്ച് ആ എമൗണ്ട് കണ്ടുപിടിച്ച് എഴുതുക. ദെൻ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ്, എല്ലാം സെക്വേർഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇതേ സമയം നിങ്ങൾ തിരിച്ച് അൺസെക്വേർഡ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് സബ് സ്റ്റാൻഡേർഡിൻ്റെ വരുന്നത് നോക്കിയേ. അൺസെക്വേർഡ് ആണെങ്കിൽ 25, പാർട്ട്ലി സെക്വേർഡ് ആണെങ്കിൽ 20, സെക്വേർഡ് ആണെങ്കിൽ 15. നമ്മളിവിടെ സെക്വേർഡ് ആണെന്ന് അസ്യൂം ചെയ്ത് 15% പ്രൊവിഷനായിട്ട് മാറ്റുന്നു. ദെൻ ഡൗട്ട്ഫുൾ അസറ്റ്സിൽ ഫോർ 1 ഇയർ ആണെങ്കിൽ 25% പ്രൊവിഷൻ മാറ്റണം, ഫോർ 2 ഇയേഴ്സ് ആണെങ്കിൽ 40% പ്രൊവിഷൻ മാറ്റണം, ഫോർ 3 ഇയേഴ്സ് ആണെങ്കിലും 40% തന്നെ മാറ്റണം, ഫോർ മോർ ദാൻ 3 ഇയേഴ്സ് ആകുമ്പോൾ 100%. ദെൻ ലോസ് അസറ്റ്സിന് 100% പ്രൊവിഷനായിട്ട് മാറ്റുക. ഇത്ര ഐറ്റം കണ്ടുപിടിച്ച് പ്രൊവിഷൻ കോളത്തിൽ എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടോട്ടൽ പ്രൊവിഷൻ റിക്വയർഡ് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഈ എമൗണ്ടാണ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പ്രൊവിഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ അഗ്രികൾച്ചറൽ, SME, CRE എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ 0.40. ഈ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അസ്യൂം ചെയ്യുകയാണ്, ഫുള്ളി സെക്വേർഡ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അതുകൊണ്ട് 15% എടുക്കുന്നു. ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് സെക്വേർഡ് ആണോ അൺസെക്വേർഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, അസ്യൂമിങ് ദാറ്റ് ദേ ആർ സെക്വേർഡ് അസറ്റ്സ് ആണ്, സെക്വേർഡ് ആണ് അസ്യൂം ചെയ്തുകൊണ്ട് ഫോർ 1 ഇയർ, 2 ഇയർ, 3 ഇയർ ആൻഡ് മോർ ദാൻ 3 ഇയേഴ്സ് എത്ര എഴുതുന്നു, ലോസ് അസറ്റ്സിൻ്റെ എഴുതുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉള്ളത്. ഇനി ഒന്ന് നോക്കിയേ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദ ഡൗട്ട്ഫുൾ അസറ്റ്സ് ആർ ഫുള്ളി സെക്വേർഡ്. ഇഫ് ഇറ്റ് ഈസ് അൺസെക്വേർഡ് 100% പ്രൊവിഷൻ ഈസ് ടു ബി മെയ്ഡ് ഫോർ സച്ച് അസറ്റ്സ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സെക്വേർഡ് ആയിട്ടാണെന്ന് തന്നെ അസ്യൂം ചെയ്തു പോവുക. അൺസെക്വേർഡ് ആണെങ്കിൽ 100% പ്രൊവിഷനായിട്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യകത വരുന്നുണ്ട്. അടുത്ത ഹെഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ. ഇൻവെസ്റ്റ്മെൻറ്റിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത്. നോക്കി, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും അത് എത്ര ടൈപ്പ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്ത് പോകാം. Investment of a bank consists of a government securities, approved securities, shares and debentures, bond, investment in subsidiaries, etc. First two categories of securities, such as government and approved securities, are generally used for meeting statutory liquidity ratio are called SLR. ഇപ്പോൾ SLR ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഗവൺമെൻറ് സെക്യൂരിറ്റീസും ഗവൺമെൻറ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസും നമ്മൾ എടുക്കുന്നത്. ആൻഡ് ദ റിമൈനിങ് സെക്യൂരിറ്റീസ് ആർ നോൺ SLR. ബാലൻസ് ഉള്ള സെക്യൂരിറ്റീസ് എല്ലാം നോൺ SLR സെക്യൂരിറ്റീസ് ആയിട്ടാണ് നമ്മൾ കണ്ടു പോകുന്നത്. The bank are required to classify SLR securities into current and permanent categories. ഇനി SLR സെക്യൂരിറ്റീസിനെ കറണ്ട് കാറ്റഗറിയും പെർമനൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിക്കേണ്ട ആവശ്യകത ബാങ്കിനുണ്ട്. The minimum ratio prescribed most recently
between current and permanent categories of investment is 75% is to 25%. ഏറ്റവും റീസെൻ്റ് ആയിട്ട് പെർമനൻറ്റും കറണ്ടും പെർമനൻറ്റും എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് 75% ഈസ് ടു 25% ആണ്. ഈ ഒരു റേഷ്യോയിലാണ് കറണ്ട് ആൻഡ് പെർമനൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്ത് പോകുന്നത്. RBI allows a bank to make interchange of investment for these categories with their prior പെർമിഷൻ. ഈ താഴെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ RBI ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള പ്രയർ പെർമിഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് നോക്കിയേ, SLR securities are also classified into 3. SLR securitiesനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് held to maturity securities, held for trading securities, held for sale securities. ഇവിടെ പറഞ്ഞിരിക്കുന്നത് held for maturity securities എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്യൂരിറ്റീസ് എപ്പോഴും ഡ്യൂ ഡേറ്റിൽ മാത്രമേ മച്യൂർ ആകത്തുള്ളൂ. അതിന് മുമ്പ് ഇത് റിയലൈസ് ചെയ്യാറില്ല, ഇത് സെയിൽ നടത്താറില്ല. അത് ലാസ്റ്റ് എപ്പോൾ മാത്രമേ വരത്തുള്ളൂ, മച്യൂരിറ്റി ടൈമിൽ മാത്രമേ ഇത് എന്തേ ഉള്ളൂ, സെയിൽ നടത്തുമോ, എന്താ അതിൻ്റെ പ്രോഫിറ്റ് ഓൺ സെയിലൊക്കെ ആണെങ്കിലും ക്യാപിറ്റൽ റിസർവ് ആയിട്ട്, ഇത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്, അത് ഫിക്സഡ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഹെൽഡ് ഫോർ ട്രേഡിംഗ് സെക്യൂരിറ്റീസ്, ഇനി ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഷോർട്ട് ടേം വേണ്ടിയിട്ടുള്ള ഷോർട്ട് ടേം മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പം പെട്ടെന്ന് കറണ്ട് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഹെൽഡ് ഫോർ ട്രേഡിംഗ് സെക്യൂരിറ്റീസ് സൂക്ഷിക്കുന്നത്. ദെൻ ഹെൽഡ് ഫോർ സെയിൽ സെക്യൂരിറ്റീസ്, സെയിൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് മച്യൂരിറ്റി സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് സെക്യൂരിറ്റീസിൻ്റെ അടിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഈ സെക്യൂരിറ്റീസ് എപ്പോഴും എന്ത് ചെയ്യുക, മേടിക്കുക വിൽക്കുക, ആ ഒരു രീതിയിലുള്ള സെക്യൂരിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഹെൽഡ് ഫോർ സെയിൽ സെക്യൂരിറ്റി. ഇത് മാക്സിമം ഒരു 90 ഡേയ്സിനകമൊക്കെ തന്നെ ഇതെപ്പോഴും സെയിലായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ, നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലമാണ്, നമുക്ക് നോക്കിപ്പോൾ. ദീന ബാങ്ക് ലിമിറ്റഡ് പ്രൊവൈഡ്സ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ഓൺ 31 മാർച്ച് 2017. ദീന ബാങ്കിൻ്റെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ കോസ്റ്റും മാർക്കറ്റ് വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. 751, 52, 53 ആൻഡ് 54 3 ഇൻവെസ്റ്റ്മെൻറ്റ് കോഡ്സ് ആണുള്ളത്. അവരുടെ കോസ്റ്റ് ഇൻ ലാക്സും മാർക്കറ്റ് വാല്യൂ ഇൻ ലാക്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദെൻ ക്ലാസിഫൈ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു പെർമനൻറ്റ് ആൻഡ് കറണ്ട് so as to enable the bank to make the least amount of provision for depreciation. At present, the bank cannot keep more than 25% in its investment in permanent category. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദീന ബാങ്ക് ലിമിറ്റഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കോസ്റ്റും മാർക്കറ്റ് വാല്യൂവും തന്നിട്ടുണ്ട്. നമ്മൾ ലയബിലിറ്റി എത്ര ആണെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെർമനൻറ്റ് കാറ്റഗറി എത്ര, നോൺ പെർമനൻറ്റ് കാറ്റഗറി എത്ര എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ ക്ലൂ ആണ് പറഞ്ഞിരിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് പെർമനൻറ്റ് കാറ്റഗറിയിൽ 25% മേളിൽ ഒരിക്കലും ദീന ബാങ്കിന് വെക്കാൻ ഇപ്പോൾ കറൻ്റ്ലി സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കുക, കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി മാർക്കറ്റ് വാല്യൂയും കോസ്റ്റും തമ്മിലുള്ള എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ കോസ്റ്റിനേക്കാളും എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് മാർക്കറ്റ് വാല്യൂ എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. 751 മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1875. അതേസമയം കോസ്റ്റ് എന്ന് പറയുന്നത് 1500 ആണ്. അപ്പം അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അത് വാല്യൂ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 1875 ബൈ മാർക്കറ്റ് വാല്യൂ ബൈ കോസ്റ്റ് ഇൻറ്റു 100 ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് വാല്യൂ ഓൺ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. അങ്ങനെ എല്ലാത്തിൻ്റെയും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കറിയാം ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പെർമനൻറ്റ് കാറ്റഗറി 25% ആകാൻ പാടുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ടോട്ടൽ 5000 രൂപീസാണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം 5000ൻ്റെ 25% 1250 lakhs നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ, 1,215 lakhs റുപ്പീസ് മാത്രമേ പെർമനൻറ്റ് കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം എങ്ങോട്ട് പോകും, കറൻറ്റ് കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. ഇപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളുടെ 1,250 കറൻറ്റ് കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റുന്നത് ഏത് ഐറ്റം ആണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എനിക്ക് ഓരോ കോസ്റ്റ് വാല്യൂ ഉണ്ട്. ജസ്റ്റ് ആ ഒരു തിയറി നോക്കിക്കേ. ഇൻ ഓർഡർ ടു മേക്ക്
least provision for depreciation. Investment with high percentage of the market value should be included in the current category. Hence, current investments are. അപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ളതിനെ നമ്മൾ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കറണ്ട് കാറ്റഗറിയിലേക്ക് പെടുത്തണം. അപ്പം 755 ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 125%. അപ്പോൾ അത് ഫുള്ളും കറണ്ടാക്കി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 95% ആണ് വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് ഏതാണ്? 752 ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ കറണ്ട് കാറ്റഗറിയിലാക്കി. പിന്നെ വന്നിരിക്കുന്നത് ടോട്ടൽ 3750 രൂപയാണ്. 3750 ലാക്സ് ആണ് നമ്മുടെ കറണ്ട് കാറ്റഗറിയിൽ വരുന്നത്. അപ്പം 3500 വരെയായി. ഇനി 250 ലാക്സും കൂടെ എന്തായിട്ട് വന്നാൽ മതി? കറണ്ടായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നെക്സ്റ്റ് ഹയർ എമൗണ്ട് വരുന്നതെന്ന് പറയുന്നത് 90% ആണ്. അപ്പോൾ ആ 90% എന്ന് പറയുന്നത് 754 ആണ്. 754ൻ്റെ എത്ര മാത്രം മതി നമുക്ക്? 250 മാത്രം മതി. ബാലൻസ് ഉള്ള എമൗണ്ട് ഏത് കാറ്റഗറിയിലേക്ക് പോകും? പെർമനൻറ്റ് കാറ്റഗറിയിലേക്ക് പോകും. അപ്പം ടോട്ടൽ 250 എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. അപ്പം എങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ 754 എന്ന് പറയുന്ന നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് വാല്യൂ 250 നമ്മൾ ബാലൻസ് ചെയ്താണ് കണ്ടുപിടിച്ചത്. ഇനി മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ടോട്ടൽ കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 700 റുപ്പീസാണ് കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ 700ൽ 250 മാത്രമേ നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളൂ? ഇവിടുത്തെ ഒരു ബാലൻസിങ് എമൗണ്ട് ഇതിന് കറണ്ട് കാറ്റഗറിയിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പം 250 എന്ന് പറയുന്നത് 700ൽ എത്ര ഭാഗമാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 250 ഡിവൈഡഡ് ബൈ 700 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്നുള്ളത് കിട്ടും. ആ ഒരു പെർസെൻറ്റേജ് എമൗണ്ട് എടുക്കുക. അത് പെർസെൻറ്റേജ് എമൗണ്ട് എടുത്തു കഴിയുമ്പോൾ ആ എമൗണ്ടിന് 630 ഇൻറ്റു ദാറ്റ് പെർസെൻറ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് 225 എന്ന് പറയുന്നത്. ഇനി ഡിപ്രിസിയേഷൻ എത്ര രൂപയ്ക്കൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതെന്ന് നോക്കിയേ. 752ന് 100 റുപ്പീസും ദെൻ 754ൻ്റേത് 25 റുപ്പീസുമാണ് ഡിപ്രിസിയേഷനായിട്ട് വരുന്നത്. അപ്പം ടോട്ടൽ 125 ലാക്സ് ആണ് എന്തായിട്ട് വരുന്നത്? ഡിപ്രിസിയേഷൻ എമൗണ്ടായിട്ട് നമുക്കിവിടെ കാണിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്ത കുറച്ചേറെ പ്രോബ്ലംസും തിയറീസും ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.